ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കാരമൽ പുഡിങ്ങാണ്. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ളത് ഷുഗറാണ്. അപ്പോൾ 4 സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 സ്പൂൺ വാട്ടർ ഒഴിച്ചൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പകുതി വെക്കാല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനുമാണ് കാണുന്നത്. ലൈക്ക് അറിയാട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, നമുക്ക് വെറൈറ്റി കൊണ്ടുവരാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മിൽക്ക് ഒഴിച്ചിടണം. അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മിൽക്ക് ഒന്ന് ചൂടാക്കിയിട്ടോ. ഒളും ചൂട് വേണം, വലുതായിട്ട് ചൂടാകരുത്, ചെറിയൊരു ചൂടിൽ ആക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ 1 കപ്പും ഒരു തിരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കപ്പ് എടുത്താൽ മതി. ഞാൻ ഒരു തിരും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. 1 കപ്പ് മതി, അത് മതി. ഇതൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു എഗ്ഗിനെ മിക്സിലേക്ക് ഒഴിച്ചെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് ചെയ്യുമ്പോൾ നോക്കണം ബബിൾസ് പൊന്താൻ പാടില്ല. ബട്ട് എൻ്റെ കയ്യിൽ ബബിൾസ് പൊന്തിയിട്ടുണ്ടായിരുന്നു സാല. ഇനി ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പം ബബിൾസ് പൊന്താണ്ട് മിക്സ് ചെയ്യുക. ബബിൾസ് ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ കാരമലൈസ് ചെയ്ത ഒരു ഷുഗറിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചിട്ട് ഇട്ടെടുക്കുക. ബിക്കോസ് ആ മുട്ടൻ്റെ ചില ഇത് കണ്ടില്ലേ, അത് മാറ്റാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി ഒന്ന് ആവിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാൻ ഭയങ്കര കൗതുകം കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച് വെക്കണം കേട്ടോ. അതേമാതിരി ഞാൻ പാത്രത്തിലേക്ക് ഒന്ന് തട്ടിയപ്പോൾ ഇത് ചെറുതായിട്ട് മുറിഞ്ഞു പോയി. പിന്നെ അത് ഞാൻ നോക്കിയപ്പോൾ ഒന്നും ആയില്ല കേട്ടോ. പിന്നെ ഒരു 10-20 മിനിറ്റ് വെച്ചപ്പോൾ സംഭവം റെഡി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഒരു കുറവില്ലോ കേട്ടോ. അപ്പോൾ ദാറ്റ് ഫോർ ടുഡേ. അപ്പോൾ അത്രേ ഉള്ളൂ.